ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യം, നമുക്ക് ഇൻസ്റ്റാമോജോയില് വരുന്ന പേയ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ ഷീറ്റിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ കിട്ടണം അവർക്ക് ഡെയിലി അവർക്ക് വരുന്ന ഇൻസ്റ്റാമോജോയിൽ വരുന്ന പേയ്മെന്റ് ഡീറ്റെയിൽസ്. ഇതിന് ഏത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ സൊല്യൂഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഇൻസ്റ്റാമോജോയിൽ വരുന്ന പേയ്മെന്റുകൾ, നമ്മൾ കട്ട് ചെയ്യുന്ന പേയ്മെന്റുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾ പാബ്ലി, സൈപ്പർ പോലുള്ള ഇന്റഗ്രേഷൻ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റാമോജോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാമോജോ അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാമോജോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫ്രീ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൽ നിങ്ങൾ KYC കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു ഇന്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാൻ പറ്റും. ആ ഓപ്ഷൻസിൽ ഏറ്റവും താഴേക്ക് വന്നു ഇവിടെ ആപ്പ് സ്റ്റോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ആപ്പ് സ്റ്റോർ എന്നുള്ളൊരു ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഓൾ കാറ്റഗറീസ് ഉള്ളതിൽ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാമോജോ കസ്റ്റമർ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് ഐക്കൺ ഉള്ള ഒരു ആപ്പ് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഈ ആപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ഡീറ്റെയിൽസ്, അതായത് ഒരു കസ്റ്റമർ പേയ്മെന്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഗൂഗിൾ ഷീറ്റിലേക്ക് എൻറ്റർ ആവുന്നത് എന്നുള്ളത് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കസ്റ്റമറുടെ പേര്, അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്ന ആളെ പേര്, അവരുടെ ഇമെയിൽ, അവർ കൊടുക്കുന്ന ഇമെയിൽ ID, ഫോൺ നമ്പർ, എമൗണ്ട്, എത്ര എമൗണ്ട് ആണെന്നുള്ളത്, പിന്നെ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ പർച്ചേസ്, അതായത് QR കോഡാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ, ഏത് മെത്തേഡ് ആണെന്നുള്ളത്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, എന്ത് പ്രൊഡക്റ്റ് ആണ്, പർപ്പസ്, എന്ത് പർപ്പസ്, ഇപ്പം പറഞ്ഞ പർപ്പസിനാണ് അവർ പേയ്മെന്റ് ചെയ്യുന്നത്, അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസും കൂടി ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ആയി വരും. ഓക്കെ, അതിന് ഏകദേശം ഇതേ ഒരു രീതിയിലായിരിക്കും വരിക. ഓക്കെ, ഇവിടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, എത്ര എമൗണ്ട്, ഇൻസ്ട്രുമെന്റ് യൂസ്ഡ്, ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല, പിന്നെ പർപ്പസ്, എന്ത് പർപ്പസിനാണുള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് ഡാറ്റ ഗൂഗിൾ ഷീറ്റിലേക്ക് കളക്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ്. കാരണം ചില ആപ്പുകൾ പെയ്ഡ് ആണ്, ചിലത് ഫ്രീ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, ഇത് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ സബ്സ്ക്രൈബ് ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് എന്നുള്ള ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓതറൈസ് ഇമെയിൽ ID ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓതറൈസ് എന്നുള്ളത് ജസ്റ്റ് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓതറൈസ് എന്ന് കൊടുത്താൽ യു ഹാവ് സക്സസ്ഫുള്ളി സബ്സ്ക്രൈബ് ടു ഇൻസ്റ്റാമോജോ കസ്റ്റമർ ഡയറക്ടറി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം. ആ ടാബ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളെ മെയിലിൽ തന്നെ വരുന്ന നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റിന്റെ ആ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന എല്ലാ എമൗണ്ടുകളും, അതിന്റെ കസ്റ്റമർ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, എമൗണ്ട്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ പേയ്മെന്റ് ചെയ്തത്, ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒരു പേയ്മെന്റ് പേജ് എന്തെങ്കിലും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റിന്റെ ആണ് അവർ പേയ്മെന്റ് ചെയ്തത് എന്നുള്ളത് അവിടെ വരും. ഇപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നണ്ണ് വന്നത്. പിന്നെ അവർ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം പേയ്മെന്റ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പർപ്പസ് പറഞ്ഞിട്ട് ക്രിയേറ്റ്, ഒന്ന് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇന്ന പർപ്പസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പർപ്പസ്, ഇപ്പം ഇവിടെ ഫസ്റ്റത്തെ ടെസ്റ്റ് എന്നുള്ളത്, രണ്ടാമത്തെ മെറ്റ മണി കൺസൾട്ടേഷൻ ആണുള്ളത്, പിന്നെ മെറ്റ അഡ്വർടൈസിംഗ് സപ്പോർട്ട് ഉണ്ട്, മെറ്റ മന്ത്ലി കൺസൾട്ടേഷൻ. ഇതൊക്കെ ഞാൻ ഓരോ പേയ്മെന്റ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പേരിന്റെ അതാണ് അവിടെ വന്നിരിക്കുന്ന പർപ്പസിന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പേയ്മെന്റ് പേജ് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ പേയ്മെന്റ്സിന്റെയും ഡീറ്റെയിൽസ്, കസ്റ്റമർ പേര്, നമ്പർ, ഇമെയിൽ ID, അവരെത്രയാണ് പേയ്മെന്റ് ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് വേറെ ഇന്റഗ്രേഷൻ സോഫ്റ്റ്വെയർസിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.